ഭവനം കാരണം എൻ്റെ അമ്മ ആദ്യം വിട്ട് ആ സ്പോട്ടിൽ മരിച്ചു. അത് അവർ വരാത്തത്? ഞങ്ങൾക്കൊരു പിടി ആഹാരം കൊണ്ട് തന്നുകൊണ്ട് ഇവർക്ക് കുറഞ്ഞു പോകും. എൻ്റെ പൊന്ന് രാജാവേ. അപ്പോൾ അവർ വന്ന് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ ജീവിതാവസ്ഥ എന്തരാണെന്നുള്ളത്. അവരെല്ലാവരും കൂടെ ഒരു കുടുംബത്തിന് ഒരു വീട് ഒരു റൂമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കടപ്പുറത്ത് നല്ല വീട് തന്നെ, 2 നിലയിട്ട് നല്ല വീട് തന്നെ. ഇവിടെ ഇപ്പോൾ 17 കുടുംബമുണ്ട് ഒരു ക്യാമ്പിൽ. ഞാനും എൻ്റെ ഹസ്ബൻഡും 2 പിള്ളേരും കൊച്ചുകൊണ്ടാണ്. ഭയങ്കര എലിയാണ്, ഒരുപാട് എലി ശല്യമാണ്. ഈ ഹോളിൽ കൂടെയൊക്കെ രാത്രി ആകുമ്പോഴത്തേനും എലി തന്നെ. എങ്ങനെയെങ്കിലും ലൈറ്റൊക്കെ ഇട്ട് സൗണ്ട് കേൾക്കുമ്പോൾ എണീറ്റിരുന്ന് അങ്ങനെ ഉറങ്ങാതെയൊക്കെ എണീറ്റിരുന്ന്. കാരണം നമുക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അറിയാൻ പറ്റും. ഈ കൊച്ചുമക്കൾക്ക് വല്ല കടിക്കുകയോ എന്തെങ്കിലും ആകുമ്പോൾ പിന്നെ അതൊരു പാടാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഓരോ ദിവസവും നീണ്ടു പോകണം. നമ്മൾ ഈ തുടക്കം വന്നപ്പോഴത്തേക്ക് ആ ഒരു പേടിയാണ്. ഇത് കൂടുതലായിട്ടൊന്നുമില്ലല്ലേ, തുറന്ന് കിടക്കുന്ന ഒരു ഇതും കൂടെ അല്ലേ. എങ്ങനെയായിരുന്നാലും എവിടെയെങ്കിലും ഒരിടത്ത് നമുക്കൊരു ഒരു അടച്ചുറപ്പുള്ള ഒരിടത്ത് കിടന്നല്ലേ പറ്റത്തുള്ളൂ. രാത്രി ആയിരുന്നാലും നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ രാത്രി സുരക്ഷിതത്തോടെ നമ്മൾ കിടക്കും. രാത്രി ആ ഒരു ഉറപ്പിലാണ് ഇവിടെ കഴിയുന്നത്. ഞങ്ങളെ വീടൊക്കെ കടപ്പുറത്താണ്, രണ്ടാമത്തെ ഒരു വീടുകളാണ്. കടലൊക്കെ കയറി മൊത്തം അങ്ങ് നശിച്ച്. എന്നിട്ടാണ് ഞങ്ങൾ ഈ ഗോഡൗണിൽ വന്ന് ഇങ്ങനെ താമസിക്കുന്നത്. ഞങ്ങളിവിടെ വേവിക്ക് ഇവിടെ കിടക്കുക അങ്ങനെയൊക്കെ. നമുക്ക് ഭവനമൊക്കെ ഇത്രയും നഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിവിടെ കിടക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇതുപോലെ കഷ്ടപ്പെടുന്നവരാണ് കിടക്കുന്നത്. എല്ലാ റൂമുകളിലും ആളുകളുണ്ട്. ആർക്കങ്ങനെ ഇവിടെ പ്രത്യേക ഒരു റൂം അങ്ങനെ തരാ എന്നുള്ളൊരൊന്നും ഇവിടെ ഇല്ല. അടുക്കള, പിള്ളേരെ പഠിത്തം, ഞങ്ങളെ കിടക്കൽ, അങ്ങനെ എല്ലാം ഒരു റൂമിനകത്താണ്. അവർ തരണം ആ 10 ലക്ഷം രൂപയ്ക്ക് 12 ചോദിക്കും. നമ്മൾ ആ ഈ തുകയ്ക്ക് സ്ഥലം മേടിച്ച് ബാക്കി കെട്ടേണ്ട പൈസ നമുക്കത് വേണമല്ലോ കയ്യിൽ. നമുക്ക് സ്ഥലം മാത്രം എടുക്കാം, വീട് കെട്ടാനുള്ള ആ ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും നമുക്കില്ല. ആ സ്ഥലത്തിന് തന്നെ ഇപ്പോഴത്തെ സമയത്ത് 10-15 ലക്ഷം രൂപ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. മുകളിലൊക്കെ എടുക്കുമ്പോൾ 50 മീറ്ററിന് അങ്ങോട്ടാണ് നമുക്ക് 10 ലക്ഷം രൂപ തരത്തുള്ളൂ എന്ന് പറയണം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് 10-15 ലക്ഷം രൂപ സ്ഥലത്തിന് മാത്രം ചോദിക്കണം. അപ്പോൾ വീട് വയ്ക്കാൻ നമ്മളെ കൊണ്ട് പാവപ്പെട്ടവർക്ക് പറ്റത്തില്ല. ഈ 300-400 കടൽ കൊണ്ട് കിട്ടുന്ന നമുക്ക് ഒട്ടും പറ്റത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നമ്മൾ പിന്നെയും ഇതൊക്കെ ആലോചിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് മക്കളും എല്ലാവരുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്നത്. ഇവിടെ 300 രൂപ കൊണ്ടുവരും, 200 രൂപ കൊണ്ടുവരും. ഞങ്ങളും കൂടെ ജോലിക്ക് പോയിട്ടാണ് ഒരു കുടുംബം മുന്നോട്ട് പോകണത്. അറിയാത്ത ആളുകൾ, എല്ലാം അറിയാത്ത ആളുകൾ. അപ്പോൾ ആ ഒരു നമ്മളെ വീടാകുമ്പോൾ നമുക്കത് സുരക്ഷിതം. പക്ഷേ ഇവിടെ സുരക്ഷിതമാണ്, എന്നാലും നമുക്കതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആ ഒരു ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രൈവസായിട്ട് അങ്ങനെ ഒരു ഇതില്ല. പ്രൈവസി തുണിയെ മാറ്റാനോ അങ്ങനെ ഒരു ഇതില്ല. ഇപ്പോൾ ഒരു കുടുംബമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഒരു 2 കുടുംബം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് അച്ഛനായിരുന്നാലും വേറെ സഹോദരൻ എല്ലാവരും മാറ്റിയിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കുളിച്ചിട്ടായിരുന്നാലും ഡ്രസ് ചേഞ്ച് അങ്ങനെയൊക്കെ ഒത്തിരി പോലെ ബുദ്ധിമുട്ടാണ് ആ ഒരു കാര്യം. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അത് ഒരു ഭാര്യ ഭർത്താവും മക്കളൊക്കെ ആകുമ്പോൾ മക്കളെ മാത്രം ഇതാക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡ്. അതിൽ കൂടുതൽ ആളുകളുള്ളപ്പോഴൊക്കെ അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടും കാര്യമാണ്. ഒരു കുടുംബമെങ്കിൽ പിന്നെയും കുഴപ്പമൊന്നുമില്ല. ഈ വേറെ എന്ന് വെച്ചാൽ ഈ അമ്മാച്ചൻ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യമൊക്കെയാണ്. ഒരു കുടുംബത്തിന് 2 റൂം കൊടുക്കത്തില്ല, എത്ര മക്കളുണ്ടായിരുന്നാലും ശരിയല്ല. സമാധാനമായിട്ട് ഉറങ്ങി എണീച്ച് കുക്കിങ് ചെയ്ത് സന്തോഷമായിട്ട് തിന്നാം എന്നുള്ളൊരു സന്തോഷം ഇല്ല. നമ്മുടെ സ്വന്തം വീട്ടിൽ കഴിയും പോലെയുള്ള ഇതൊന്നും ഇവിടെ ഇല്ല. വളർന്ന മക്കളും പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. ആ മക്കൾ ഒരു സുരക്ഷിതമായിട്ടൊരു റൂമിലാക്കണം എന്നുള്ള രീതിയിലാണ് അമ്മമാർ ആഗ്രഹിക്കുന്നത്. ഇത് അതുപോലെ ഇല്ല. ഈ വളർന്ന മക്കളിനെ ഇട്ടിട്ടാണ് ഞങ്ങളിവിടെ കിടക്കുന്നത്. എനിക്ക് 2 പെൺമക്കളാണ്. ഞാൻ 2 പെൺമക്കളെ അയച്ചെങ്കിൽ ഇളയ മോൾ എൻ്റെ കൂടെ. ഞാൻ താമസിക്കുന്നത് മൂത്ത മകളെ കൂടെയാണ്. ഇളയ മോൾ ഭർത്താവും താമസിക്കുന്നത്. എനിക്ക് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ഈ ഭവനം കാരണം എൻ്റെ അമ്മ ആദ്യം വിട്ട് ആ സ്പോട്ടിൽ മരിച്ചു. അച്ഛൻ 2-3 വർഷത്തിന് മുമ്പേ മരിച്ചു. ടെറസ് വീട് 20 ലക്ഷം രൂപയ്ക്ക് ഞാൻ ലോൺ എടുത്ത് വച്ച വീടാണത്. മൊത്തം ടൈൽസ്, അറ്റാച്ച് ബാത്റൂം, 2 റൂം, ഒരു അടുക്കള, വലിയ വരാന്തയൊക്കെ ഇട്ടാണ് ഞാൻ എൻ്റെ അമ്മയും അച്ഛനുമായിട്ട് അവിടെ
ഫാമിലിയായിട്ട് താമസിച്ച വീട്. ഇന്ന് വേണമെങ്കിൽ ഞാൻ കൊണ്ട് കാണിച്ചു. ആ വീട് കാണുമ്പോഴേ എൻ്റെ ഹൃദയം തളരും. അങ്ങനെ അതേം കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത്. ഷക്കീന ടി വിയൊക്കെ ഞാൻ കാണുന്നതാണ്, അതൊക്കെയാണ് ഞാൻ കാണത്തുള്ളൂ. പക്ഷേ കടൽ വീട് കൊണ്ടുപോയപ്പോൾ എല്ലാം കൊണ്ടുപോയി, ടി വിയും കൊണ്ടുപോയി, ഫ്രിഡ്ജും കൊണ്ടുപോയി, ഞങ്ങളുടെ എല്ലാ സർവ്വതും കൊണ്ടുപോയി. ഈ ക്യാബിനകത്ത് ഞങ്ങൾ 3 എണ്ണം, തള്ളയില്ലാത്ത 2 മക്കളും ഞാനും, ഞങ്ങൾ കിടക്കുന്നതും ആഹാരം പാകം ചെയ്യുന്നതും ഞങ്ങളുടെ വസ്ത്രങ്ങൾ വച്ചിരിക്കുന്നതെല്ലാം ഇതിനകത്താണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 8 മാസമേ ഉള്ളൂ. ഞങ്ങളതുവരെ 9 മാസം. ഞങ്ങളതുവരെ സെൻറ്റ് റോക്സിലാണ് 1.5 വർഷം സെൻറ്റ് റോക്സിലാണ് കിടന്നത്, സ്കൂളിനകത്തും. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി, ഈ ക്യാബിനടിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് മാറ്റി. സ്കൂൾ കുട്ടികൾക്ക് പഠിക്കേണ്ട സ്കൂളല്ലേ, അങ്ങനെയാണ് ഞങ്ങളിവിടെ ആക്കി ഞങ്ങളിവിടെ ദുരിതം അനുഭവിക്കുകയാണ്. ഞങ്ങളുടെ കടപ്പുറം പോലും ഇല്ല, ഞങ്ങൾക്ക് കാല് ചവിട്ടാനോടെ മണ്ണില്ല, കാല് ചവിട്ടുന്ന വെള്ളത്തിലാണ്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ മോൻ്റെ 2 നില വീട്, അതും പകുതി പോയി. പക്ഷെ അവിടെയൊക്കെ ഇപ്പോൾ വെള്ളമാണ്, ഇത്തിരി ഇറങ്ങി നോക്കാൻ പോയാൽ പറ്റുന്നില്ല, അത്രയ്ക്കും കുഴിയും വെള്ളമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ദുരിതം അനുഭവിക്കുകയാണ് മോൻ. എന്ന് ഇതിന് മോചനം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്കൊരു കിടപ്പാടം കിട്ടുമെന്നോ, ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്നൊരു ദിവസം ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ഭയങ്കര എലി ശല്യം, ആരണ. രാത്രിയാകുമ്പോൾ കാലിൻ്റെ പുറത്തുകൂടെയാണ് ചാടുന്ന എലി പോകുന്നു, വയ്ക്കുന്ന സാധനം അത്രയും നശിപ്പിക്കുന്നു. പിന്നെ ഈ ആഹാര സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചൊക്കെ വയ്ക്കുമ്പോൾ അത് കടിച്ച് കീറി അതെല്ലാം വലിച്ച് ഉപയോഗമില്ലാത്ത രീതിയിലാക്കിയിടുന്നു. പിന്നെ ഉറക്കമില്ല, ചെറിയ സൗണ്ട് വെച്ചാലും വലിയ സൗണ്ടായിട്ട് കേൾക്കും ഇതിനകത്ത്. രാത്രിയെ പകല് നമുക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കും ദുരിതം അനുഭവിച്ചതിനകത്ത് കിടക്കുക. ഞങ്ങൾ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും അവർ 10 ലക്ഷം രൂപ തരും, നമ്മൾ 2 സെൻറ്റ് സ്ഥലം എടുത്ത് വീട് വെച്ച് പോയി. 1 സെൻറ്റ് സ്ഥലത്തിന് ഞങ്ങളുടെ ഇവിടെ 6000, 7000, 5000, ഏറ്റവും താന്ന 5000. അത് കഴിഞ്ഞ് അത് നല്ല ഉള്ളിലോട്ട് 6000, 7000, 8000, 10,000, 12,000 വരെ ഉണ്ട്. 200 അടി 200 ഇത് ദൂരം വേണം എടുക്കാൻ, അതിന് താഴെ എടുക്കാൻ പാടില്ല. 200 മീറ്ററിൻ്റെ ഇത് പോകണമെങ്കിൽ ഇവിടെ ഒരു 10 ലക്ഷം രൂപ 1 സെൻറ്റ് സ്ഥലത്തിന് കൊടുക്കണം. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അവിടെ ഉള്ളതാണ്, കൊച്ചുതോപ്പ് ഇടവകയാണ്. അങ്ങനെ പോകാൻ നിവൃത്തിയില്ലാതെയും മാറി താമസിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇതിനകത്ത് കിടന്ന് ഈ ദുരിതം അനുഭവിക്കുന്നത്. ഞങ്ങളുടെ ധീരം എന്ന് വെച്ചാൽ അന്ന് എനിക്ക് അവിടെ 4 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ എൻ്റെ ഇളയ മോനൊരു വീടുണ്ടായിരുന്നു, അത് നേരത്തെ പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എൻ്റെ മോനെ എൻ്റെ കൂടെയാണ് താമസിപ്പിച്ചത്. നല്ലൊരു ടെറസ് വീടും എല്ലാ സൗകര്യവും 4 ചുറ്റും മതിലും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോൻ്റെ വീടോടെ ചേർന്ന് മതിൽ 2 വീടും അകത്ത് വെച്ച് നല്ല മതിലും ബന്ധോസും എല്ലാം ഉണ്ടായിരുന്ന വീടാണ്. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിവിടെ കിടക്കുന്നത്. കണ്ണ് കാണുന്നില്ലേ ഗവൺമെൻറ്റിന് ഈ ദുരിതം അനുഭവിക്കുന്നത്? ഈ പൊടിക്കുഞ്ഞുങ്ങളെ ഇടാ ഇപ്പുറത്തെ റൂമിൽ നിന്ന് പ്രസവിച്ച് 51 ദിവസമായതേ ഉണ്ട്. ആ കയ്യിലിരിക്കുന്ന കുഞ്ഞ് 51 ദിവസം. ഇന്നലെയാണ് സ്ഥാനം സ്വീകരിച്ചത്. അത്രയും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. 2017-18 തുടങ്ങിയതാണ് ഈ വീട് പോകാൻ. എൻ്റെ വീട് പോയത് 2020. അതിന് മുമ്പ് 19 പോയവരുണ്ട്, 18 പോയവരുണ്ട്. ഇത്രയും ആൾക്കാർ പല സ്ഥലത്ത്, ഇവിടെ സ്കൂളിൽ, അവിടെ അങ്ങനെ മറ്റേ നഴ്സറി സ്കൂൾ, പാലാശുപത്രി എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കിടക്കുകയാണ് ആൾക്കാർ. ഞങ്ങൾ മാത്രമല്ല, പിന്നെ വാടക വീട്ടിൽ പോയവർ, കാരണം ഇവിടെ താമസിക്കാൻ സൗകര്യമില്ലാതെയും ക്യാമ്പുകൾ കഴിയാൻ പറ്റാത്തവർ വാടക വീട്ടിൽ പോയി വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഇറക്കിയൊക്കെ വിട്ട പല വീട്ടുകാരും ഉണ്ട്. വാടക കൊടുക്കാൻ പറ്റാതെ 5000, 6000 വാടക, 50,000, 25,000 വീടനുസരിച്ച് അഡ്വാൻസ്, പിന്നെ ഇതിൻ്റെ ഇടയിൽ കറണ്ട് ബില്ല് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള പറ്റാത്ത ആൾക്കാർ എന്ന് വെച്ചാൽ കടലുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ നേരെ തന്നെയൊക്കെയാണ് വെള്ളങ്ങൾ പോകുന്നതും കൊണ്ട് പിടിക്കുന്നതും. പക്ഷേ ഇപ്പോൾ അങ്ങനെയും പോകാൻ പറ്റാത്ത വർഷങ്ങളായി, അങ്ങനെ പോകാതെ പറ്റാത്ത ഇപ്പോഴത്തെ മണ്ണെണ്ണ വില. ഇവിടെ നിന്നൊരു വെള്ളം കയറ്റി പോയി വിഴിഞ്ഞത്തുകൊണ്ട് പണിക്ക് കൊണ്ടുപോയി മണ്ണെണ്ണയൊക്കെ ആകുമ്പോൾ 10,000 രൂപയാണ് ഒരാൾക്ക് ഒരു വള്ളത്തിന് ചിലവ്. ഈ 10,000 രൂപ ചിലപ്പോൾ 5-ന് കിട്ടും, ചിലപ്പോൾ 2-ന് കിട്ടും, ചിലപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വരും.
ഈ 10,000 രൂപയ്ക്ക് 5 പ്രാവശ്യം നഷ്ടം വരുമ്പോൾ അവരെവിടെ പോകും? അവരുടെ കിടപ്പാടം വരെ വിൽക്കേണ്ട അവസ്ഥയാണ് ഞങ്ങളുടെ കടൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം. വർഷങ്ങളോളം താമസിച്ചതാണ്. അപ്പോൾ ഈ അദാനി ഗ്രൂപ്പ് വന്നു, ഈ അദാനി കല്ല് വീണതിന് ശേഷമാണ് ഞങ്ങളുടെ തീരെ ഇത്രയും നാശനഷ്ടമായത്. എന്ന് വെച്ചാൽ ആഴം നമ്മളെ 1-2 പേര് വെച്ചാൽ കാണൂല, കുഴി അത്രയും കുഴിയാണ്. മറ്റേ വെള്ളം വരും പോകും, വെള്ളം വന്ന് നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ വരും, തിരിച്ചതങ്ങ് പോകും, ഒരു നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ എന്ന് വെച്ചാൽ കേരളത്തെ മൊത്തവും നശിപ്പിച്ചു, കേരള ധീര മൊത്തവും നശിപ്പിച്ചിരിക്കുകയാണ്. സമരം നടക്കും തന്നെ, അത് വെച്ച കാലിനി മുമ്പോട്ടില്ല. അതിന് മരിക്കേണ്ടി വന്നാലും ശരി തന്നെ ജനങ്ങൾ ഇപ്പോൾ 1-2 ഇടവകയാണ് ഇപ്പം, തോപ്പ്, കണ്ണാന്തുറ, ഇങ്ങനെയൊക്കെ ഓരോ ദിവസം ഓരോരുത്തർ. ഞങ്ങൾ മരിക്കേണ്ടി വന്നാൽ ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഒന്നിലും അവൻ കൊല്ലട്ടെ, അല്ലെങ്കിൽ ഞങ്ങളെ ജീവിപ്പിക്കട്ടെ, ഈ രണ്ടും കണക്കാക്കി തന്നെയാണ്. ഇവിടെ തന്നെ പിതാവ് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ ജീവിതാവസ്ഥ എന്തരാണെന്നുള്ളത്. അങ്ങനെയൊക്കെ കിടക്കണ 23 വയസ്സായ പെൺകുട്ടി, 25 വയസ്സായ ആൺപയ്യൻ, ഇവിടെയൊക്കെ കഴിയുന്ന പ്രായമായ പെൺകുട്ടികളാണ് ഈ തുറന്നു കിടക്കുന്ന ക്യാബിനകത്ത്. കതവാണെങ്കിൽ പൂട്ടാൻ പറ്റത്തില്ല, പൂട്ടാൻ നല്ല അമുക്കി വയ്ക്കാം, പക്ഷേ കുറ്റിയൊന്നും ഇടാൻ പറ്റത്തില്ല, അങ്ങനെ ഇരിക്കും. ആരെങ്കിലും തള്ളിക്കയറി ഈ ക്യാബിൻ ചാടി ഇതിനകത്ത് വന്ന് എന്തെങ്കിലും ചെയ്ത് നമ്മൾ എങ്ങനെ അറിയും? ആരറിയും? അങ്ങനത്തെ അവസ്ഥയെ കിടന്ന് ദുരിതപ്പെടുകയാണ് മോനെ. ഞങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാതെ ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല. ഇത് ഇവിടെ പണ്ട് കപ്പൽ വരുമായിരുന്നു, ഈ പാലത്തിലെ അരി ഇറക്കുന്ന ചരക്കിറക്കുന്ന കപ്പൽ വരുന്നത്. അരി കടൽ വഴിയാണ് വരുന്നത്, വന്ന് ഈ ഗോഡൗണിൽ അടുക്കി വെച്ചിട്ടാണ് ഇവിടെ നിന്ന് അരികൾ പല സ്ഥലങ്ങളിലോട്ടും പോകുന്നത്. അങ്ങനെ കെട്ടിയ ഗോഡൗണാണിത്. ഇവിടെ മാത്രമല്ല, അപ്പുറത്തൊക്കെ കിടക്കുന്ന ഗോഡൗണ്. അങ്ങനെ ഞങ്ങളിവിടെ കയറുമ്പോഴത്തേക്ക് പൊടിയും ഈ സിമൻറ്റ്, ഈ അരിയുടെ ചാക്കിൻ്റെയൊക്കെ പൊടിയോ ഒരു അവസ്ഥ തന്നെ ആയിരുന്നു ഇതിനകത്ത് ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക്. പിള്ളേർക്കൊക്കെ അസുഖങ്ങൾ കൂടിയതും ഇതിനൊക്കെ ശ്വാസം മുട്ടാണ്. ഇവിടുത്തെ ഈ പൊടി അലർജി നടക്കുമ്പോഴേ പറക്കും. തുണികളൊക്കെ ആണെങ്കിൽ കഴുകിയിട്ടാൽ 2 ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറം എല്ലാം പൊടിയാണ്. ആഹാരം പോലും ഒരു മിനിറ്റ് നേരം പോലും തുറന്നു വെച്ച് കഴിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ചൂല് വെച്ചാൽ കാണാം, ഇല്ല ഇത് പിന്നെ കമ്പനികളിൽ പുക വരൂലേ, അതുപോലെയാണ് പൊടി പൊങ്ങുന്നത്. 4 വർഷമായി ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഈ മൂത്ത മോനെ അങ്ങനെ 2 വയസ്സാകുന്നതേ ഉള്ളൂ. 2 പേരെ ഇവിടെ വെച്ചാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് അത്ര ഇതില്ല, കാണാൻ പ്രായം പെൺകുട്ടികളുടെ അനിയത്തി, അവരെല്ലാവരും കൂടെ ഒരു കുടുംബത്തിന് ഒരു വീട്, ഒരു റൂമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ 4 പേരും കൂടെ, എൻ്റെ അച്ഛനും എൻ്റെ അനിയത്തിയും എൻ്റെ ഭർത്താവും ഞങ്ങളും 2 മക്കളുമാണ് ഇവിടെ കിടക്കുന്നത്. ഇക്കാലത്തേക്ക് ഇപ്പോൾ ഞങ്ങൾക്കൊരു വേറൊരാളാണ് ഇപ്പോൾ ആ പ്രായമായ കുഞ്ഞായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് പറ്റാത്തത് വേറെ റൂമിലാണ് കിടക്കുന്നത്. ഇപ്പോൾ വേറെ ആളുടെ റൂമിലാണ് ഇപ്പോൾ കിടക്കുന്നത് അവർ. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ വേവിക്കുന്ന എല്ലാം കിടക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. കിടക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ല, പൊടിയും കാര്യങ്ങളും ചുമയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെ നമുക്കൊന്നും പറ്റത്തില്ലായിരുന്നു. പ്രസവം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് വന്നത്. SHGയിലായിരുന്നു പ്രസവം. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്ന് അസുഖം ചുമയുണ്ട്. ചുമയും ഇവിടുത്തെ പൊടിക്കാൻ, അതായത് കുഞ്ഞുങ്ങൾക്ക് അതായത് പൊടിയൊക്കെ കാര്യം ബുദ്ധിമുട്ടാണ്. ചുമയും ജലദോഷമൊക്കെ ഉള്ളതാണ്. ഇപ്പോഴും കുഞ്ഞിന് ചുമയും കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ ഇവർക്കാണ് ഓടുമ്പോഴത്തേക്ക് പറ്റി തറയൊക്കെ നല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലൊക്കെ നല്ലതായിട്ട് മുറിഞ്ഞൊക്കെ വന്ന് വീഴുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട്. പൊടിയും നമുക്ക് ഒട്ടും സൗകര്യമില്ല. കുഞ്ഞുങ്ങളുടെ ഇവിടെ വേവിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് നമുക്ക് എലിയൊക്കെ വരുന്നത് ആ ജനലിൻ്റെ ഇടയിൽ കൂടെ നിന്നാണ് എലിയൊക്കെ കയറി വരുന്നത്. വന്ന് ഈ ഉയറിൽ കൂടെയൊക്കെയാണ്, ഈ കമ്പികളിലൂടെയൊക്കെയാണ് ഓടി നടക്കുന്നത്. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അന്ന് കടപ്പുറമെന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ടായിരുന്നു. നമ്മൾ ഓടിയാൽ എത്തത്തില്ല. ഓടിക്കളിക്കാൻ എൻ്റെ ഓർമ്മയിൽ 10-15 വരെ വീടൊക്കെ അറിയുന്നതാണ്. 10-15 വരെ വീട് കൊണ്ട് അതിനപ്പുറമാണ് കടലൊക്കെ ഉണ്ടായത്. ഇപ്പോഴും എൻ്റെ മക്കളോട് പറഞ്ഞ് ടെറസിൻ്റെ മണ്ടയിൽ നിന്നുകൊണ്ട് കടൽ നോക്കിയ കടൽ കാണും. മക്കളെ ഈ കടപ്പുറത്തെത്തി പോയിട്ട് അമ്മ നിങ്ങൾ ഓടിക്കളിച്ച കടപ്പുറം എവിടെയെന്നാണ് കേൾക്കുന്നത്. കാരണം ഇപ്പോൾ പറഞ്ഞാൽ അവർ പറയുന്നത് അമ്മ കടുങ്കഥ പറയാതെ ചുമ്മാ ശംഖുവത്ത് പോയാലും അവിടെയും കടലില്ല, കടപ്പുറമില്ല. ഈ വർഷത്തെ വീട്ടിൽ കടലിൽ എൻ്റെ വീട് പോകും. ഒരു സേഫ് അല്ല. എനിക്ക് ആണെന്ന് തോന്നുന്നില്ല, അത് എനിക്കെല്ലാം അറിയാം. 14 വർഷം എൻ്റെ കെട്ടി എന്നെ എൻ്റെ പിള്ളേരെ ഇട്ടുകൊണ്ട് പോയിട്ട്, എൻ്റെ മോളുടെ 3 വയസ്സിൽ എൻ്റെ മോൻ്റെ 2 വയസ്സിൽ ഇട്ടുകൊണ്ട് പോയി. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛൻ മരിച്ചു വിട്ട് 10 വർഷമായി.
അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ വീട്ടുവേല ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ 2-3 വർഷം കൊണ്ട് കോവിഡ് വന്നു. ഏതാണ്ട് 7 മാസം കൊണ്ട് ഞാൻ കുവൈറ്റിൽ പോയി. അവിടെയും ജോലിയില്ലാണ്ട് 1 മാസം ചാടി എംബസിക്കുന്ന അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടി ഞാൻ വന്നിട്ട് ഇപ്പോൾ 1 മാസം ജോലിയില്ല. മോള് +2 പാസ്സായി നിൽക്കുന്ന, മോൾ SLC പാസ്സായി നിൽക്കുന്ന, അഡ്മിഷൻ ഫീസ് അടച്ചില്ല. ഈ 3ാമത്തെ അലോട്ടിനും പൈസ അടച്ചില്ലെങ്കിൽ 30,000 രൂപ കെട്ടി വെക്കണം. അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ 1 വർഷത്തെ പഠിത്തം പാഴാ. ആണെന്നുള്ളില്ലാത്ത നമ്മളെവിടെ പോയി കടലുകൊണ്ട്. എന്നിട്ട് ഈ 2 വർഷം വരെ കോവിഡ് വന്നപ്പോഴത്തേക്കും ഞാൻ മീൻ കച്ചവടം, ഞാൻ പോകുന്നതിൻ്റെ അന്ന് വരെ മീൻ കച്ചവടം ചെയ്തു. അവിടെയും ഗതിയില്ല. ഈ വളർന്ന കൊച്ചിനെ ഒന്ന് കെട്ടിക്കണം, അല്ലെങ്കിൽ കെട്ടിക്കഴിക്കണ്ടേ, അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുക്കണ്ടേ, അതിനുപോലും ഒരു വഴിയില്ല. അവിടെ പോയി അവിടെയും ജീവിതമില്ല. ഇപ്പോൾ വന്നിട്ട് 1 മാസമായി പട്ടിണിയെ കിടന്ന് മരിക്കണം. എന്തിനാണ് ഈ സർക്കാർ വേണ്ടാത്ത പുഴുക്ക് അരി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പുഴുവെന്ന് വെച്ചാൽ അരി വെച്ചിട്ട് കടലേം തരും. തമിഴ്നാട് സർക്കാരിനെ കണ്ട അവരെന്ത് ഒന്നും കൊടുക്കണില്ലേ? ആന്ധ്ര സർക്കാർ ഇപ്പോൾ വെള്ളപ്പൊക്കം കയറിയെന്ന് ഇന്നത്തെ ന്യൂസിലും കൂടെ ഞങ്ങൾ അവിടെ ഇപ്പോൾ വെള്ളപ്പൊക്കം കയറിയത്. അവിടെ എന്തൊക്കെ ചെയ്യുന്നു? വേറെ ഒന്നും വേണം. തമിഴ്നാട് സർക്കാരിന് നമുക്കൊന്നും എടുക്കാമല്ല. എന്തെല്ലാം ചെയ്യുന്നു? വേണ്ടാത്ത എവിടെയെങ്കിലും ഏതെങ്കിലും ഗോഡലിൽ കെട്ടിക്കിടന്ന് പുഴുവും പിടിച്ച് അരിയും കൊടുക്കുക, വെച്ചിട്ട് കടലയും കൊടുക്കുക. അത് മതി പെണ്ണുങ്ങൾക്ക് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പൊതുവെ അത് മതി. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഇവിടെ ഒരു ഇതും വരൂല. ഇവർ നമ്മളെ കൊണ്ട് കൊല ചെയ്യിക്കും. ഈ കഷ്ടപ്പെട്ട് ആണും തൂണും ഒന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട ഒരു വീട് വെച്ച് ആ വീട് ഇന്നോ നാളെ എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞ് വീട്. ഇനി അതും കൂടെ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഓടി ഒളിക്കാൻ ഇടവില്ല. പക്ഷേ ഞാൻ എവിടെ വേണമെങ്കിലും തറപ്പിച്ച് പറയും, ഈ സർക്കാർ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ഇന്ന് പൂന്തറക്കാർ കടലിൽ കൂടെ പോയി. എന്തൊക്കെ തന്നെ ചെയ്താലും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കത്തില്ല. കുറേ പാവങ്ങളെ ജീവൻ എടുക്കാനല്ലാണ്ട് വേറെ ഒന്നും പറ്റാതെ. എന്തുകൊണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും പറഞ്ഞ് കടലിലെ മക്കൾ എന്ത് കരസേനയാണെന്നും പറഞ്ഞ് കുറേ അവാർഡുകളൊക്കെ കൊടുത്തല്ല. എന്തിന്? അന്ന് വേണമായിരുന്നു മത്സ്യത്തൊഴിലാളികൾ ഫ്രഷായിട്ട് അമോണിയയില്ലാത്ത മീൻ കൊടുക്കുന്ന നമ്മളായിരിക്കും വേണ്ട. എവിടെയെങ്കിലും പോയി എൻ്റെ മക്കളുടെ ഇപ്പം ഈ സ്കൂളിൽ തന്നെ പോയി വിഷർമാനാണെന്ന് പറഞ്ഞപ്പോൾ എന്തോന്ന് വിഷർമാൻ എന്നാണ് അവർ കേൾക്കുന്നത്. എന്തോന്ന് വിഷർമാൻ? എവിടെ പോയാലും മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു അംഗീകാരമില്ല. എന്തിന്? പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ എന്നപ്പോഴും ഇത്രയും ഇല്ലായിരുന്നല്ലോ. പിണറായി വന്ന് എന്ത് 2ാം വർഷമല്ലേ ഇത് ഭരിക്കുന്നത്? ഇവിടെ നിന്ന് ജയിച്ചു പോയ MLA അല്ല അഡ്വക്കേറ്റ് ആന്റണി രാജു. എന്തോ ഈ 8 മാസം കൊണ്ട് ഞാൻ വന്ന് ചോദിച്ചു, അമ്മ ആന്റണി രാജു ഇവിടെ എപ്പോഴെങ്കിലും വന്നു? എവിടെ? ജയിക്കാൻ വേണ്ടി വന്നു, ജയിച്ചു പോയി. ശിവകുമാർ 2 പ്രാവശ്യം വന്ന് ജയിച്ചു പോയി. അയാൾ പൊടിയും തൊട്ട് അയാൾ പോയി. ഈ പ്രാവശ്യം അപ്പോൾ അയാൾ തോറ്റുപോയി. അടുത്ത ആൾ വന്ന് അയാൾ ജയിച്ചു പോയി. എവിടെ? ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? വീടും കൂടുമില്ല, കിടക്കുന്ന കട കണ്ടില്ലേ? അവളൊരു പെണ്ണാണ്, അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ പോലും അവൾക്ക് പ്രൈവസി ഇല്ല. ഈ സ്ഥാനത്ത് നമ്മളെങ്ങനെ നിൽക്കും? കോമഡി കോച്ചിനെയും കൊണ്ട് വന്നാൽ എന്ത് ചെയ്യും? എല്ലായിടത്തും ആണുങ്ങളുമുണ്ട്. നമുക്ക് എവിടെയെങ്കിലും എത്തി റോട്ടിൽ തന്നെ ഇച്ചിരി അരക്കിലെ പഞ്ചസാര വാങ്ങിക്കണമെങ്കിൽ കൊച്ചിനെ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? എല്ലായിടത്തും നിങ്ങൾ കാണുന്നില്ലേ? അതാണ്ട് മിനിയാന്ന് തന്നെ യൂട്യൂബിലുണ്ടായിരുന്നു. 6 വയസ്സായ ഒരു കൊച്ചിനെ 3 വയസ്സായ കുട്ടിയാണ് പീഡിപ്പിച്ചതായിട്ട്. കണ്ടില്ലേ നിങ്ങൾ യൂട്യൂബിൽ? എന്നിട്ട് എൻ്റെ മോള് കഴിഞ്ഞ ആഴ്ച എന്നോട് പറയണം, അമ്മ നമുക്ക് ഈ കടപ്പുറം വേണ്ട അമ്മ, നമുക്ക് ഇവിടെ നിന്ന് പോവാം അമ്മ. ഞാൻ പറഞ്ഞു ഇവിടെ പോവാൻ വാടകയ്ക്ക് പോയാലും വാടക കൊടുക്കാൻ വേണ്ടേ? ഫീസ് അടയ്ക്കാനേ പോക്കില്ല, ഇവിടെ കിടക്കണം. മോക്ക് അഡ്മിഷത്തിന് ഇടാൻ വേണ്ടി അവൾ പറയുന്ന അമ്മ ഇട്. ഞാൻ പൈസ വേണ്ട, പൈസ ഒപ്പിച്ചിട്ടുള്ള ഫീസ് അഡ്മിഷത്തിന് ഇടാൻ പറ്റുള്ളൂ. 10,000, 40,000, 50,000 ഫസ്റ്റ് കേൾക്കണത്. എവിടെ നിന്ന് എടുത്ത് കൊടുക്കുക? എവിടെയെങ്കിലും പോയി പൈസ കടം കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളെങ്ങനെ തരും? അവർ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നീ എങ്ങനെ ജോലി ചെയ്ത് തരും? നിൻ്റെ മോൻ പോലെ ജോലിക്കും പോകണം എങ്കിൽ ആ ഇതിൽ തരാൻ വേണ്ടി എന്നാണ് അവർ ചോദിക്കുന്നത്. നിനക്ക് തന്നാൽ നീ എങ്ങനെ തരുമെന്നാണ് കേൾക്കുന്നത്. പക്ഷേ എങ്ങനെ ഇളിയിൽ കച്ചകെട്ടിയിട്ടെങ്കിലും ജോലി നമ്മൾ കൊടുക്കുമെന്ന് ചിന്തിക്കുന്നില്ല. അന്തസ്സായിട്ട് വീട്ടുവേല ചെയ്ത് എൻ്റെ മക്കളെ വളർത്തി. പക്ഷേ കോവിഡ് വന്ന് വീണുപോയി. കോവിഡ് വന്ന് അങ്ങേറ്റം. അതാണ്ട് ഇസാഫിൽ ഞാൻ കൊടുക്കണം 1 ലക്ഷം രൂപ. അവിടെ നിന്ന് ചുമ്മാ കടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ലോൺ എടുത്താണ് വീട് വെച്ചത്. ഇപ്പോൾ ഒരു 8-9 മാസം കൊണ്ട് അവിടെ ആഴ്ച ലോൺ അടയ്ക്കുന്നില്ല. അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ചയും കൂടെ ഫോൺ വന്ന് പൈസ കൊണ്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ പോകണില്ല. ഇനി അവരെപ്പോഴും ഇല്ലാണ്ട് ക്യാഷ് കൊടുക്കാൻ പോണത്. എന്ത് ചെയ്യും? പറ്റുന്നതേ അടയ്ക്കാൻ പറ്റുള്ളൂ. അത് എന്തവർ വരാത്തത്? ഞങ്ങൾക്കൊരു പിടി ആഹാരം കൊണ്ട് തന്നുകൊണ്ട് ഇവർക്ക് കുറഞ്ഞു പോകുമോ? എൻ്റെ പൊന്ന് രാജാവേ, ഞങ്ങൾക്കൊരു പിടി ആഹാരം കൊണ്ട് തന്നുകൊണ്ട് ഇവർക്ക് കുറഞ്ഞു പോകുമെന്ന്. ഇതെന്തോന്നപ്പോൾ ഈ കാണിക്കുന്നത്? എന്തായിരുന്നാലും നമുക്കൊരു കിടപ്പാടം വേണം. ഞങ്ങൾ എത്രയൊക്കെ ഇങ്ങനെ കിടന്ന അനുഭവിക്കാൻ 16 വയസ്സിലേ പോയിരുന്നു മത്സ്യബന്ധനത്തിന്. എനിക്ക് 2 വള്ളവും എഞ്ചിനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പര സ്നേഹമുണ്ട്. ഞങ്ങൾക്കിപ്പോൾ വീടുകളൊക്കെ നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് മുന്നേ ഇരുന്ന വീടുകളെല്ലാം ഇപ്പോൾ എൻ്റെ വീട് ലാസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ മക്കളും കൂടി താമസിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കടലിൽ വന്ന് എൻ്റെ കടൽ കയറി എൻ്റെ വീട്ടിലെ ഷീറ്റെല്ലാം പൊളിഞ്ഞ് ഇപ്പോൾ വീടില്ല. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്കാണെങ്കിൽ വേറൊരു നിവർത്തിയോ ഒന്നുമില്ല. ഈ ഗവൺമെൻറ് അവിടെ ഒരു പദ്ധതി ഉണ്ടാവും നല്ലതാണ്, പക്ഷേ അത് ഞങ്ങളുടെ ജീവനെ ഞങ്ങളുടെ സ്വത്തിനെ അപഹരിച്ചിട്ട് അവരുടെ ഒരു നടപടി എടുക്കൽ. ഞങ്ങൾക്കൊരു സുരക്ഷിതമായൊരു താവളം തന്നിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് എടുക്കാം. അവരുടേതായ രീതിയിൽ അവർക്ക് ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രീതിയിലൊന്നും
ഞങ്ങളുടെ ജീവന സ്വത്തിന് ഒരു ഗ്യാരണ്ടി ഇപ്പോൾ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ നിവർത്തിയില്ലാതെയാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കടൽ ആക്രമണം തുടങ്ങിയത് ഈ വിഴിഞ്ഞം പദ്ധതി വന്നതോടെയാണ് ഞങ്ങളുടെ വീടുകൾ ഓരോന്നും നഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ ഇരുന്ന കാലത്ത് ഞങ്ങൾക്ക് കുറച്ച് ഫ്ലാറ്റുകൾ നൽകി അനുവദിച്ച് തന്നിട്ടുണ്ട്. അതിലിനി ഒത്തിരി ജനങ്ങൾ, ഈ തീരദേശത്ത് ഒരുപാട് ജനങ്ങളിപ്പം വീടുകളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം, പണ്ടത്തെ പരമ്പരാഗത തൊഴിലാണ് ഈ മത്സ്യബന്ധനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിന്ന് തന്നെ ഏനങ്ങൾ പുറത്ത് വള്ളങ്ങളാവട്ടെ കമ്പുവല പോലും വിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞങ്ങൾ ഒന്നുകിൽ വിഴിഞ്ഞത്തെ ആശ്രയിക്കണം. ഞങ്ങൾക്ക് വള്ളങ്ങൾ നങ്കൂരയിട്ട് ഉറപ്പിക്കാനും പിന്നെ കരമടി വളയ്ക്കാൻ ശംഖുമുഖം ഇപ്പോൾ റോഡിൻ്റെ വികസനമായിട്ട് അതും വളരെ ഡേഞ്ചറാണ്. ഇവിടെ നിന്ന് വളരെ നമ്മുടെ പെരുമാതുറ പുഴയിൽ എന്തുമാത്രം അപകടങ്ങൾ നടക്കുന്നെന്നറിയാമോ? ഇന്ന് എൻ്റെ ഭർത്താവ് ഒരു മത്സ്യബന്ധനം ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് രാത്രിയാകുമ്പോഴുള്ളൊരു ഭയമാണ്. ഏത് നിമിഷവും പ്രകൃതിക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ മനസ്സിൽ ഓഹി പോലുള്ള ദുരന്തങ്ങളാണ് മുന്നോടിയായിട്ട് കണ്ണിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും 2 കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭർത്താവ് മറ്റ് മത്സ്യബന്ധനത്തിന് കടലിലോട്ട് പോകുമ്പോൾ എനിക്ക് ഉള്ളിലൊരു ഭയമാണ്. യേശുവെ, ഏത് നിമിഷം എന്തും സംഭവിക്കാം എന്നുള്ള ആ രീതിയിൽ ഞങ്ങൾ ഒരുപാട് ഒരു മഴ ചാറ്റി തുടങ്ങിയാൽ പോലും വിചാരിക്കും, ഈശോയെ വലിയ മഴയാണോ വരുന്നത്, കടലിൽ കിടക്കുന്നവരെ ബാധിക്കുമോ? ഇടി വെട്ടുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ആലോചിക്കും. പ്രാർത്ഥനയും കയ്യോടെയാണ് ഞങ്ങൾ അവർ കടലിൽ പോയിട്ട് കരയ്ക്ക് വന്ന് ഞങ്ങൾക്ക് അന്നുള്ള ആഹാരത്തിന് വേണ്ടിയുള്ള വഴിക്ക് വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നിലവിളിയും കണ്ണുനീരുമായിട്ടാണ് ഞങ്ങൾ അവരെ കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. ഇപ്പം ഈ കടലിൽ കയറ്റത്തിനാൽ വിഴിഞ്ഞം തുറമുഖം, ഇനി ഈ തുറമുഖം എന്നെ വയ്ക്കാൻ വേണ്ട. ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് പോകത്തുമില്ല. ഞങ്ങൾ എത്രയോ കുടുംബങ്ങൾ നഷ്ടപ്പെട്ട് വെള്ളത്തിൽ നീന്തി കരകയറി ജീവിക്കാൻ വഴിയില്ല. ഞങ്ങൾ മത്സ്യക്കച്ചവടത്തിൽ നടന്നവരാണ്. ഞങ്ങൾ മത്സ്യക്കച്ചവടം ചെയ്ത് ജീവിച്ചവരാണ്. ഇത്രയും പ്രായം വരെ ഞങ്ങൾ ജീവിച്ചു. ഇപ്പം എല്ലാവർക്കൊപ്പം തന്നെ നമുക്ക് വീടുകൾ പോയി കിടന്ന് നഷ്ടപ്പെടാൻ അവർക്ക് വാടക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കൂടെ കൊടുക്കത്തില്ല. എന്തുകൊണ്ടാണ് അത് കാണിക്കുന്ന ഗവൺമെൻറ്റുകാർ? ഇങ്ങനെ കാറ്റും കടലിൽ വരുമ്പോൾ പോകണ്ട, നിങ്ങൾ ജോലിക്ക് പോകട്ടെ, നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ എന്തോന്ന് കൊടുക്കുന്നു? തൊഴിലിന് പോകണമെങ്കിൽ എന്തോന്ന് കൊടുക്കും? വല്ലതും കൊടുക്കുന്ന എല്ലായിടത്തും വല്ലതും കൊടുക്കുന്ന. അവിടെ മാസത്തിലെങ്കിലും 5 ദിവസങ്ങളും 10 ദിവസങ്ങളും പോകാതിരിക്കുമ്പോൾ നിങ്ങൾ വല്ലതും കൊടുക്കണ്ട? ഇവിടെ കിടക്കുന്നവർക്ക് ആഹാരങ്ങൾ കൊടുക്കുന്ന വല്ലതും കൊടുക്കാനുണ്ടോ? ഇവിടെ ഇതിനകത്ത് കൊടുക്കാനുണ്ടോ? അല്ലെങ്കിൽ ജോലിക്ക് പോകാം. എത്രയോ കൊച്ചുങ്ങളെയും കുട്ടികളെയും ഇട്ടുകൊണ്ട് അത് നിങ്ങൾ കാറ്റ് വേണ്ടി വീട്ടിൽ ഒതുങ്ങിയിരിക്കും. നിങ്ങൾ കടലിൽ പോകാൻ പറ്റില്ല. അലോൺസ് ചെയ്തുകൊണ്ട് പോകുന്നു, അലോൺസ് ചെയ്യുന്നു. കടലിൽ പോകണ്ട. എന്തോന്ന് കൊടുക്കുന്നത്? നിങ്ങൾ വല്ലതും കൊടുക്കുന്നുണ്ടോ? അവർക്ക് വല്ല ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ? റേഷൻ കടയിൽ കൊടുക്കുന്നു 5-6 ഉഴുത്ത അരിയും അത് ഇതും കൊടുക്കുന്നു. അതുകൊണ്ട് മതി, ഞങ്ങളുടെ വിഷമം തീരുമോ? എന്തോന്ന് കൊടുക്കുകയോ? ഇവിടെ എന്തോന്ന് പ്രാബല്യമാക്കിയത്? മണ്ണെണ്ണമില്ല, അതിൻ്റെ അപ്പുറത്തെ മണ്ണെണ്ണമില്ല. തൊഴിലാളുകൾ കടലിൽ പോകാൻ വഴിയില്ല, മണ്ണെണ്ണ ഇല്ല, വീട് കത്തിയാൽ മണ്ണെണ്ണ. എല്ലാവർക്കും ലൈറ്റ് കിട്ടുമൊന്നുമില്ല. എല്ലാം മണ്ണെണ്ണ ഇല്ലാത്ത വഴി അവർ ഓരോ പദ്ധതി കുറച്ച് നിറവേറ്റും. മന്ത്രിമാരോ അവിടെ ഇരുന്നോട്ട് മന്ത്രിമാരോ നാളെ പോയിട്ടാണ് അവിടെ വലിച്ചു കീറാൻ പോണത്. വീടിൻ്റെ പദ്ധതിയിൽ പോയി അവന്മാരെ എല്ലാത്തിനും അടിച്ച് പൊട്ടിക്കും അവന്മാർ.